അപ്പുവും ദേവും നല്ല കൂട്ടുകാരായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവു അപ്പുവിനോട് പറഞ്ഞു, എടാ അപ്പു, ഞാനേ ഹിമാലയം കാണാൻ പോവാ. അത് കേട്ട് അപ്പു പറഞ്ഞു, ആണോ, ഹിമാലയോ, കൊള്ളാലോ. എന്നിട്ട് അപ്പു ഇങ്ങനെ ആലോചിച്ചിട്ട് ദേവുവിനോട് പറഞ്ഞു, എടി, ഹിമാലയില്ലേ, ഹിമാലയത്തിലൊക്കെ പോകുമ്പോഴേ നീയേ കുട എടുത്തിട്ടൊക്കെ പോകണം കേട്ടോ. എന്നുവെച്ചാൽ ഹിമാലയത്തിൻ്റെ തൊട്ടടുത്തായിട്ടല്ലേ നമ്മുടെ സൂര്യനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നീ മേളിലോട്ട് കയറുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ കുട കൊണ്ട് പോണേ. ഇത് കേട്ട് ദേവു ഇതൊക്കെ സമ്മതിച്ച് കുടയൊക്കെ ആയിട്ട് നമ്മുടെ ഹിമാലയം കയറാൻ പോയി. ഓക്കെ, അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ദേവു അപ്പുവിനോട് പറഞ്ഞു, എടാ മണ്ടൻ അപ്പു, ഹിമാലയം ഭയങ്കര തണുപ്പാടാ. മേളിലോട്ട് പോകുമ്പോൾ അത്ര ചൂടൊന്നുമില്ല, നല്ല തണുപ്പും മഞ്ഞൊക്കെയാണ്. ഇത് കേട്ട് അപ്പു ആകെപ്പാടങ്ങ് അന്താളിച്ചു പോയി. അപ്പുവിന് ആകെപ്പാട് സംശയം, ഇതെന്താ അങ്ങനെ? അപ്പോൾ നമ്മുടെ ദേവു അപ്പുവിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എടാ അപ്പു, നമ്മുടെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ഇല്ലേ, അത് ഓരോ ലെയറായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിൽ ഏതൊക്കെ ലെയറാണെന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, അങ്ങനെ. നമ്മളെല്ലാവരും ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏകദേശം 6 മുതൽ 20 കിലോമീറ്റർ വരെ കാണും നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത്ര കിലോമീറ്റർ ഉണ്ടല്ലോ. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ മൗണ്ട് എവറസ്റ്റ്. അത് ഏകദേശം 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം നോക്കി, അതിന് മേളിലോട്ടും ട്രോപ്പോസ്ഫിയറാണ് ഉള്ളത്. എന്നിട്ട് ഇപ്പം നിൻ്റെ ഡൗട്ട് എന്ന് വെച്ചാൽ സൂര്യൻ ഹിമാലയത്തിൻ്റെ മേളിലല്ലേ എന്നല്ലേ. പക്ഷേ സൂര്യൻ ഇവിടെ ഒന്നുമല്ല, സൂര്യൻ അങ്ങ് ദൂരെയാണ്. പിന്നെ നിനക്ക് തോന്നിയത് മേളിലോട്ട് പോകുമ്പോൾ ചൂടായിരിക്കും എന്നല്ലേ നിൻ്റെ സംശയം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ മേളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ എങ്ങനെയാണ് കുറയുന്നതെന്ന് വെച്ചാൽ ഓരോ 1 കിലോമീറ്റർ മേളിലേക്ക് പോകുമ്പോൾ ഏകദേശം 6.5 ഡിഗ്രി സെൽഷ്യസ് കുറയും ടെമ്പറേച്ചർ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഞാനിവിടുന്ന് ഹിമാലയം കയറി ഏകദേശം 1 കിലോമീറ്റർ കഴിയുമ്പോൾ 6.5 ഡിഗ്രി സെൽഷ്യസ് കുറയും. പിന്നെ അങ്ങനെ മേളിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയർ നോക്കുകയാണെങ്കിൽ ഈ താഴത്തെ ഭാഗത്തൊക്കെ നല്ല ചൂടായിരിക്കും, മേളിലേക്ക് പോകുമ്പോഴായിരിക്കും നല്ല തണുപ്പ്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴാണെങ്കിൽ മഞ്ഞ് വീഴുന്നതും ഒക്കെ കണ്ടു എന്ന് നമ്മുടെ ദേവു അപ്പുവിനോട് പറഞ്ഞു. അപ്പം അപ്പുവിന് അടുത്ത ഡൗട്ട്, ആഹാ അങ്ങനാണോ? പക്ഷെ സൂര്യൻ്റെ രശ്മിയൊക്കെ വരുന്നത് വെളിയിൽ നിന്നാണല്ലോ. അപ്പം ഇവിടൊക്കെ അല്ലേ ആദ്യം ചൂടാവണ്ടേ? അല്ലേ ദേവു? അപ്പു അങ്ങനെ ദേവുവിനോട് ചോദിച്ചു. അപ്പോൾ ഉണ്ടടാ നമ്മുടെ ദേവു അതിനുള്ള ഉത്തരവും കൊടുത്തു. എന്തെന്നാൽ, അപ്പു നീ കേക്ക്, സംഭവം എന്ന് വെച്ചാൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മി ഉണ്ടല്ലോ, സൂര്യനിൽ നിന്ന് കുറേ രശ്മികൾ വരും. ഇതിൻ്റെ ഈ വേവിൻ്റെ ലെങ്ത് ഇല്ലേ, വേവ് ലെങ്ത് ഭയങ്കര കുറവാണ്, ഷോർട്ട് വേവ് ലെങ്താണ്. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഈ പാർട്ടിക്കിളില്ലേ, ഈ പാർട്ടിക്കിളിൻ്റെ അകത്തൂടെ കയറി ഇതിങ്ങ് താഴേക്ക് വരും. ഇത് ഇത്ര ചെറുതാണ് ഇതിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ നമ്മുടെ ഈ പാർട്ടിക്കിൾസിനൊന്നും ഇതിനെ പിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ വേവ്സ് ഒക്കെ ഭൂമിയിലേക്ക് വരും. പക്ഷെ ഭൂമിയിൽ വന്നിട്ട് ഭൂമി എന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യും. അപ്പോൾ പോകുന്നത് ലോങ് വേവ് ലെങ്ത് ഉള്ളതാണ്. മനസ്സിലായോ? ഈ ലോങ് വേവ് ലെങ്ത് ഉള്ള റേസ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ഈ പാർട്ടിക്കിൾസില്ലേ, ഈ പാർട്ടിക്കിൾസിന് ഇതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. ഈ അവിടുന്ന് വരുന്നതും തിരിച്ചു പോകുന്നതൊക്കെ ചൂടാണേ, പക്ഷെ തിരിച്ചു പോകുന്നത് ചൂടാണല്ലോ, അതിനെല്ലാം ഈ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യും. അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടാവും. യഥാർത്ഥത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ കാരണമല്ല നമ്മുടെ ഭൂമി ചൂടാവുന്നത്. ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്ന ലോങ് വേവ് ലെങ്ത്തുള്ള രശ്മികളെ ഭൂമിയോട് ചേർന്നിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം പിടിക്കും. ഇങ്ങനെ
പിടിച്ചു വെക്കുന്ന കുറേ പാർട്ടിക്കിൾസിനെ നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെ വിളിക്കും. അതിൽ നമ്മുടെ വാട്ടർ വേപ്പറുണ്ട്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, അങ്ങനെ പല പല ഗ്യാസസ് ഉണ്ട്. പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, അങ്ങനെ പലത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ സൂര്യൻ്റെ ചൂടിനെ പിടിച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ ചൂടാക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നത്. ഇത്രയും പറഞ്ഞിട്ട് ദേവു അപ്പുവിനെ ഒന്ന് നോക്കി. അപ്പോഴത്തേനും അപ്പു പറഞ്ഞു, ഓ ഇങ്ങനെയൊക്കെയായിരുന്നല്ലേ. അപ്പം ദേവു പറഞ്ഞു, അതെ, നീ ഇനി ആരോടും കുട എടുത്തോണ്ട് ഹിമാലയത്തിലോട്ട് പോകണമെന്ന് പറയണ്ട കേട്ടോ. അതിന് പകരം നീ അവരുടെയൊക്കെ ഒരു ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതി. അപ്പം അപ്പു ചോദിച്ചു, അതെന്താ ഓക്സിജൻ സിലിണ്ടർ, മേളിലൊക്കെ ഓക്സിജൻ ഇല്ലേ? അപ്പോൾ ദേവു പറഞ്ഞു, ഏയ് അങ്ങനല്ലടാ, മേളിലേക്ക് പോകുമ്പോൾ ഈ നമ്മുടെ ഓക്സിജനും ഹെവി ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ എമൗണ്ട് കുറവായിരിക്കും. മേളിലേക്ക് പോകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രഷർ കുറയും. അതേപോലെ എയറില്ലേ, എയറിൻ്റെ ഡെൻസിറ്റിയും കുറവായിരിക്കും. നീ പറഞ്ഞതെല്ലാം ഒന്നുകൂടൊന്ന് പറയാവോ? ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാം. എന്ന് വെച്ചാൽ നമ്മൾ ട്രോപ്പോസ്ഫിയറിൽ ഓരോ കിലോമീറ്റർ മേളിലോട്ട് പോകുമ്പോഴും 6.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും. പിന്നെ അതേപോലെ എർത്ത് ഹീറ്റ് ആവുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന റേഡിയേഷൻ കാരണമല്ല, പക്ഷേ നമ്മുടെ ലോങ് വേവ് റേഡിയേഷൻ എമിറ്റഡ് ഫ്രം ദി എർത്ത് കാരണമാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ചൂട് അനുഭവിക്കുന്നത്. ഓക്കെ. പിന്നെ അതേപോലെ ഹൈറ്റ് കൂടുമ്പോൾ പ്രഷർ കുറയും, എയർ ഡെൻസിറ്റി കുറയും. മനസ്സിലായോ? എത്രയേ ഉള്ളൂ. താങ്ക് യു.